20 വർഷത്തോളമായി നെൽകൃഷിയിൽ നഷ്ടമറിഞ്ഞിട്ടില്ലാത്ത തമിഴ്നാട് സ്വദേശി ഗോവിന്ദസ്വാമിയുടെയും കൃഷി ഇത്തവണ മഴ മുക്കി. കഴിഞ്ഞ ദിവസം കാലം തെറ്റി പെയ്ത മഴയാണ് വില്ലനായത്. ചെറുമുക്ക് വയലിൽ കാരാട്ട് നാസറിന്റെ ഭൂമിയിലെ 10 ഏക്കറിലാണ് തഞ്ചാവൂർ സ്വദേശി ഗോവിന്ദസ്വാമിയും നാസറിന്റെ മകൻ ഫഹദും ചേർന്ന് കൃഷി ഇറക്കിയത്. കഴിഞ്ഞാഴ്ച ഇവർ ഞാറ് നട്ടിരുന്നു. ഞാറ് നടാനും യന്ത്രത്തിന്റെ ചിലവും നിലമൊരുക്കാനുമായി 1.25 ലക്ഷം ചെലവായതായി ഗോവിന്ദസ്വാമി പറയുന്നു. മഴ ഇനിയും ശക്തമായി പെയ്താൽ നട്ടുപിടിപ്പിച്ച ഞാറ് തിരിച്ചു കിട്ടുമോ എന്ന ആശങ്കയിലാണ് ഫഹദും ഗോവിന്ദസ്വാമിയും. 40 വർഷം മുമ്പാണ് ഗോവിന്ദസ്വാമി തഞ്ചാവൂരിൽ നിന്ന് ചെറുമുക്കിലെത്തിയത്. കൃഷിയുള്ളപ്പോൾ കാർഷിക ജോലിയും മറ്റു സമയങ്ങളിൽ വിവിധ ജോലികളും ചെയ്തു പോന്നു. ഇതിനിടെയാണ് തരിശായി കിടന്ന ഭൂമി നാസർ ഗോവിന്ദനെ കൃഷി ചെയ്യാൻ ഏൽപ്പിച്ചത്. 20 വർഷമായി മികച്ച രീതിയിൽ കൃഷി ചെയ്തു പോരുന്നു. നഷ്ടമെന്തെന്ന് അറിഞ്ഞിട്ടേയില്ല. ഇത്തവണ പൊടുന്നനെ പെയ്ത മഴ ചതിച്ചു. ഭാര്യയും 2 മക്കളുമാണ് ഗോവിന്ദസ്വാമിക്ക് ഉള്ളത്. ഇവിടെ വന്നിട്ട് ഞാൻ 10-20 കൊല്ലം പോലെ കൃഷി നടത്തുന്നുണ്ട്. അഞ്ചാലി പാടത്ത് ഒരു 8 ഏക്കർ നട്ട് കഴിഞ്ഞിരിക്കണം. നട്ട് കഴിഞ്ഞിട്ട് ശേഷം ഇപ്പോൾ 3 ദിവസം മഴ പെയ്തിട്ട് വെള്ളം കയറി ഒക്കെ നാറ് മൂടിക്കണം. ഇപ്പം നടാകുമ്പോൾ തന്നെ 8 ഏക്കർക്ക് 55,000 ചെലവായിരിക്കണം. പിന്നെ വണ്ടിക്കൂലി പണിക്കാർ കൂലി ഒക്കെ കൂടാതെ 8 ഏക്കർ നട്ടിട്ട് ഇപ്പോൾ 3 ദിവസം മഴ കൊണ്ട് വെള്ളം പൊന്തി. എനിക്ക് ഏതാനും സർക്കാർ സഹായിച്ചു കൊടുക്കണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.